അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ടൊരു സഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ എനിക്കൊരു കർമ്മം പഠിപ്പിച്ചു തന്നാലും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കർമ്മത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഈ കർമ്മം ഞാൻ ചെയ്യുന്നതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയും എന്നെ ഇഷ്ടപ്പെടണം, ഒപ്പം മനുഷ്യന്മാരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ളൊരു കാര്യമായിരിക്കണം നബിയെ താങ്കൾ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് ഈ സഹാബി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ഐഹിക ജീവിതത്തിൽ വിരക്തിയുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. അഥവാ നീ ദുനിയാവിൽ വിരക്തി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടും. ഇനി രണ്ടാമതായിക്കൊണ്ട് മനുഷ്യന്മാർ നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ചെയ്യേണ്ടത് ജനങ്ങളുടെ പക്കലുള്ളത് നീ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ ജനങ്ങളുടെ പക്കലുള്ളവയിൽ നീ വിരക്തിയുള്ളവനായിരിക്കുക എന്നർത്ഥം. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ മനുഷ്യന്മാരും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കർമ്മവും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. മറിച്ച് പടച്ചവൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യന്മാരെ സ്നേഹിക്കാനും സഹായിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാതെ അയാൾ എനിക്കത് തരും അല്ലെങ്കിൽ അയാളുടെ നിന്ന് അത് കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ നമ്മളെ വെറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.